ഇനിയുള്ളതൊരു കുഞ്ഞു ടോപ്പിക്കാണ്, അസോസിയേഷൻ എന്നാണ് ടോപ്പിക്. അപ്പോൾ നിങ്ങൾ അസോസിയേഷൻ എന്നുള്ളത് പല സ്ഥലത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം പേരൻറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് അസോസിയേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ്ലി ഫോം ചെയ്തിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, അസോസിയേഷൻ എന്ന് പറയാം. അതെന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൽ ഒരു കോർപ്പറേഷനോട് കൂടി ഒരു സഹകരണത്തോട് കൂടിയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പിനാണ് എന്താ പറയുക, അസോസിയേഷൻ എന്ന് പറയും. ഇനി അസോസിയേഷൻ്റെ പ്രത്യേകത നോക്കുന്ന സമയത്ത് അസോസിയേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഗ്രൂപ്പാണ്, ഫൗണ്ട് ബൈ ഇൻഡിവിജ്വൽസാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പാണ്. അത് ക്രൗഡോ അല്ലെങ്കിൽ ഒരു മോബോ, ഒരു കൂട്ടം ആൾക്കാരോ കുറച്ച് ആൾക്കാരൊന്നും കൂടിയിട്ടുണ്ടെങ്കിൽ അതെന്താവില്ല, അസോസിയേഷൻ ആവില്ല. അവർക്കെല്ലാം നല്ല സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഗോൾ വേണം. ഇനി രണ്ട് പറയുന്നത് കോമൺ ഇൻട്രസ്റ്റ്. ഇതിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും എന്താണ്, ഒരു കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വേണം. സിമിലർ ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കാം. ഒന്നുകിൽ പൊളിറ്റിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ റിലീജിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിരിക്കാം. മൂന്നാമത് ഒരു കോർപ്പറേഷൻ ഉണ്ടാവണം. മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ അവർ ചിലപ്പം ഒരു ഗോൾ അച്ചീവ് ചെയ്യണം, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പവറിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നുണ്ടാവുക. ഇതിനടുത്ത് ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റോൾസ് ഉണ്ടാവും, അതേപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി റെഗുലേഷൻസ് ആണ്. അതായത് അവർ കൃത്യമായിട്ടുള്ള റൂൾസും അതേപോലത്തെ റെഗുലേഷൻസും ഉണ്ടാവും. അവരെന്തിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള റൂളായിരിക്കാം, അല്ലെങ്കിൽ അൺറിട്ടേൺ ആയിട്ടുള്ള റൂളായിരിക്കാം. ഇനി ഒരു ഏജൻസി ഉണ്ടാവും. അതായത് ഈ ഏജൻസി ഇറ്റ് ആക്ട്സ് ത്രൂ ലീഡേഴ്സ്, ഒഫീഷ്യൽസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ടു ഫുൾഫിൽ ഗോൾസ്. അത് നമുക്ക് ലീഡേഴ്സ് ഉണ്ടാവും, ഒഫീഷ്യൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും ഒരു ഗോൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ചില സമയത്ത് എന്തായിരിക്കാം, ടെമ്പററി ആയിരിക്കാം, അല്ലെങ്കിൽ അത് പെർമനൻ്റ് ആയിരിക്കാം. എക്സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇവൻറ്റ്, ഇപ്പോൾ ഒരു അമ്പലത്തിലൊരു ഉത്സവം നടക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കും. എന്നിട്ട് അത് ആ ഇവൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കും, പിരിച്ചുവിടും. ചില സമയത്ത് എന്താണ്, അതൊരു പെർമനൻ്റ് ആയിരിക്കും. അതായത് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പെർമനൻ്റ് ആണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. അത് കോൺഗ്രസ് പാർട്ടി, BJP പോലുള്ള പാർട്ടികളുണ്ടാവും. ഇനി റിലീജിയസ് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാവും. ആര്യ സമാജ്, രാമകൃഷ്ണ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ബാർ കൗൺസിലൊക്കെ ഉണ്ടാവും. ഇനി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റോട്ടറി ക്ലബ്സും അതേപോലെ തന്നെ അംനസ്റ്റി ഇൻ്റർനാഷണൽ ക്ലബ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അസോസിയേഷനും കമ്മ്യൂണിറ്റി തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നോക്കുമ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ഫോം ടു ഫുൾഫിൽ സ്പെസിഫിക് നീഡ്, പാർഷ്യൽ ആൻഡ് ഓർഗനൈസ്ഡ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നീഡിന് വേണ്ടിയിട്ട് ചിലപ്പം പാർഷ്യലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മൾ എന്താ പറയുക, അസോസിയേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും നാച്ചുറലാണ്. അതിൻ്റെ ബോർഡർ ഉണ്ടാവും, അത് ബ്രോഡറാണ്. അതേപോലെ തന്നെ എന്താണ്, ഇൻ്റഗ്രലാണ്. അതേപോലെ തന്നെ എന്തും കൂടെ വേണം, ഒരു ലൊക്കേഷൻ കൂടെ വേണം. അസോസിയേഷൻ എന്തില്ല, ആ ലൊക്കേഷൻ വേണമെന്നില്ല. പല ഭാഗത്തുള്ള ആൾക്കാർക്ക് വന്നിട്ട് ഒരു അസോസിയേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടാൻ വേണ്ടി പറ്റും. ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ ഒരിക്കലും അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഈക്വൽ അല്ല. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, പല അസോസിയേഷൻസ് കമ്മ്യൂണിറ്റിനകത്ത് ഉണ്ടാവും. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ബ്രോഡർ ആയിട്ടുള്ള ടേമാണ്. അസോസിയേഷൻ എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വരും, ഈ കമ്മ്യൂണിറ്റീനകത്ത് വരും, കമ്മ്യൂണിറ്റിൻ്റെ അകത്തേക്ക് വരും.